ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പിസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ആഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ റവ ആഡ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് 6 ബ്രെഡ് എടുത്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ബ്രെഡും റവയും രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3/4 കപ്പ് പാല്, ഒരു മുട്ട, പിന്നെ സോൾട്ടും ഷുഗറൊക്കെ ആവശ്യത്തിന്, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് സവാള, ക്യാപ്സിക്കം, കുറച്ച് കോൺ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ, അത് എടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഓൾറെഡി തലേ ദിവസം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി രാവിലെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങുകയും വേണം. ഹാറൂന് ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ആക്കിയിട്ട് ആസമിനെ ഇവിടെ ആക്കിയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. ഇവനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ ഒരുപാട് നേരം പുറത്ത് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണിയോടുകൂടി സീ പാർക്കിൽ കൂടാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊരു 7 മിനിറ്റോളം ഒരു സൈഡ് വേവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തി ഒരു പിസ്സയുടെയൊക്കെ ഒരു ബേസ് ഉണ്ടല്ലോ അതേപോലെ ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് വേവിക്കുക കേട്ടോ. എന്നിട്ട് തുറന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ടിട്ട് മറുവശവും കൂടി വേവിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു ഓപ്പോസിറ്റ് വശത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അടിഭാഗം ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വേറൊരു പാൻ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്ത് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം കൂടി കുറച്ചൊന്ന് ആവാനുണ്ടാവുമല്ലോ. എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മുടെ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ഒറിഗാനോ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിസ്സ സോസിൻ്റെ ഫ്ലേവറുള്ള സോസ് റെഡിയാവും. അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കനും ക്യാപ്സിക്കവും കോണും ഒനിയനും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ഡോയൊക്കെ ഉണ്ടാക്കി അത് പൊങ്ങാനൊക്കെ ഒരുപാട് സമയം എടുക്കുമല്ലോ. പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഒനിയനൊക്കെ ഒന്ന് ഓരോ പല വശങ്ങളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ക്യാപ്സിക്കമൊക്കെ ഒന്ന് പല വഴിക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കോൺ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒലീവ്സോ ഇഷ്ടമുള്ള വെജീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മഷ്റൂമോ ഒക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ക്യാപ്സിക്കം ഇവിടെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. പിള്ളേരതെടുത്ത് മാറ്റി വെക്കൂട്ടെ. പക്ഷേ എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്യാറില്ല. വേണ്ടാത്തവർ കഴിക്കണ്ട, വേണ്ടവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിടും. പിള്ളേരെപ്പോഴും ചോദിക്കട്ടെ എന്തിനാ ഉമ്മ ക്യാപ്സിക്കം ഇടണേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കണ്ട, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനതിട്ട് ഉണ്ടാക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവർ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ സൈഡിൽ ക്യാപ്സിക്കം ഫുള്ള് ഇരിക്കണതാണ് കേട്ടോ. അവർക്കത് തീരെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെ കൈ കിട്ടിയ സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തേക്ക് കഷ്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ ഇത്രയും പേരാകുമ്പോൾ ഒരു 2 പീസെങ്കിലും വെച്ച് എല്ലാവർക്കും കഴിക്കണമല്ലോ. ഹാസിമിനും വേണ്ട വരും കേട്ടോ. അവനും ഇങ്ങനത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അങ്ങനെ വയറ് നിറയാൻ പാകത്തിന് കഴിക്കാനൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഓംലേറ്റോ അല്ലെങ്കിൽ ബുൾസയോ ഒക്കെ ആക്കി വിശക്കാണെങ്കിൽ പിന്നെ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ട് ആക്കി വെക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ വെക്കണതാണ് കേട്ടോ. പുറത്ത് പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ കയറാനൊക്കെ ഒരു മടിയായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള ഒരു ഉഷാറുണ്ടല്ലോ. അപ്പോൾ ഫുഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. പിന്നെ ഹാറൂന് പനി ആയതുകൊണ്ട് വലിയ ഒരു മൂഡില്ല, ആൾ വയ്യാതിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മദ്രസയിലൊന്നും വിടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ആൾക്ക് ഭയങ്കര ദാഹവും വിശപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും വിശപ്പും നന്നായിട്ടുണ്ട്. ഉമ്മി ഇതാന്നൊക്കെ പറയുന്നുണ്ട്. കഞ്ഞിയും ഇഷ്ടമാണ്, കുടിച്ചോളും. എന്നാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുമായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ പനി വന്നു കഴിഞ്ഞാൽ കഞ്ഞി തന്നെ കുടിക്കണം, അത് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഇക്കാക്കാണ് അങ്ങനത്തെയൊക്കെ. എന്തിനാ ചിക്കനൊക്കെയാണോ കൊടുക്കണേ പനിയാവുമ്പോൾ എന്നൊക്കെ ചോദിക്കും. കാരണം
ആ സമയങ്ങളിലായിരിക്കും ഇവർ കൂടുതലും അല്ലാത്ത ഫുഡുകൾ കഴിക്കുക. നോർമൽ പനിയില്ലാത്ത സമയത്തൊക്കെ കുടിക്കുന്ന പോലെ കഞ്ഞി ആ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അല്ലാത്ത ബിരിയാണിയോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര അത്ഭുതമാണ്, ആരാണ് പനിയുള്ള സമയത്ത് പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ലോകത്ത് ആരും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക ഭയങ്കര ഡയലോഗൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു പുതിയ സൽവാറാണ് കേട്ടോ. ഇത്താത്ത വന്നപ്പോൾ എനിക്ക് തന്നതാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഭയങ്കര ഒരു ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് ഇടാനായിട്ടൊരു മടിയായിരുന്നു, പക്ഷെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു പാർട്ടി വെയറാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. നല്ല റിച്ച് ലുക്ക് ഉണ്ടായിരുന്നു ഇട്ടിട്ട്. പക്ഷെ അതിന് ഷോളില്ല കേട്ടോ. നമ്മൾ സ്റ്റോൾ എന്തെങ്കിലും ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് താഴേക്കൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ പാൻറ്റിലും നല്ല വർക്കായിട്ട് അങ്ങനെ നല്ലൊരു സൽവാറായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇട്ട് നോക്കിയതാണ്. ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ ശരി വരായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പാർട്ടി വെയറൊക്കെ ഇട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പാർക്കിൽ നല്ല വൈബാണ് കേട്ടോ. രാവിലെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ തോന്നും. റീൽസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഈ 1 മിനിറ്റിൻ്റെ റീൽസും ഷോർട്സൊക്കെ ആണെങ്കിലും എത്രത്തോളം കഷ്ടപ്പാടും എഫേർട്ടാണ് അതിൻ്റെ പുറകിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു 10 പേരോളം ഉണ്ട്. പക്ഷെ 3 പേര് വെച്ചിട്ട് കളിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു കളിക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ തലേ ദിവസം തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പോഴാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് തീരാനും കുറച്ച് വൈകിട്ട്. അതേപോലെ തന്നെ വെയിലും ആയി തുടങ്ങി. നമുക്കൊരു 8:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പാർക്കിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചൂടായിട്ട് രക്ഷയില്ല. പിന്നെ ആറുവിന് പനിയായതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിനും ഒരു മൂഡില്ല. എന്തായാലും തിരിച്ചപ്പം തന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ ഇന്ന് മദ്രസയൊക്കെ ആണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ വീഡിയോ ബ്ലറാക്കാൻ കാര്യം എല്ലാവർക്കും ഇതൊന്ന് ഓപ്പണായിട്ട് ഇടാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബ്ലറാക്കിയിട്ടത്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെയും പെർമിഷനൊക്കെ ചോദിച്ച് ഇട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരെയും അങ്ങനെ അങ്ങോട്ട് ബ്ലറാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8:45 തിരിച്ചവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മളുടെ അറബിക് റൈസ് ഉണ്ടല്ലോ, മദ്ഹൂത്ത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ട മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് 3 തക്കാളി, ഒരു 10-15 പച്ചമുളക്, 2 ബൾബ് വെളുത്തുള്ളി, സവാള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം, അതിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മദ്ഹൂത്ത് ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഷമീസോൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ടല്ലോ, അപ്പോൾ അവരുടെയാണ് മിക്ക അറബിക് റൈസും ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യണേ. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആൾ തന്നെ 2 ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലൊരു ഈസി വേ ആണ് കേട്ടോ. എല്ലാം കൂടി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് തക്കാളി, സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു മസാല നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ. ചിക്കനും റൈസും എല്ലാം കൂടി ഒരു പോട്ടിൽ തന്നെയാണ് കേട്ടോ. ഒരു 1 പോട്ട് ഡിഷാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മസാല കൂടിപ്പോയി എന്ന് പറയാം കേട്ടോ. ഇത്രയും മസാല ഈ ഒരു റൈസിനും ചിക്കനും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് എരിവ് മസാല കൂടിയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് ഒക്കെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ബെസ്റ്റാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു എരിവും മസാലയൊക്കെ കൂടുതലായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ ചെറിയൊരു പോർഷൻ കുറച്ച് എടുത്താൽ മതിയാവും. ചിക്കനാണെങ്കിൽ ഞാൻ 1.5 കിലോ ആണ് എടുത്തത്. റൈസാണെങ്കിലും 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മസാല കുറച്ച് കൂടിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മല്ലി, അത്രയും തന്നെ മുഴുവൻ കുരുമുളക്, പിന്നെ 10 ഗ്രാമ്പു, 10 ഏലക്ക, ഒരു 2 പീസ് പട്ട, പിന്നെ നമ്മുടെ കറുത്ത കാടമം ഉണ്ടല്ലോ, ബ്ലാക്ക് ഏലക്ക, അതൊരു പീസ് ഇട്ടിട്ടുണ്ട്. സ്റ്റാറും കൂടി ഒരെണ്ണം ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് സ്റ്റാർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രാമ്പു, അതും ഒരു 5-6. അതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു അറബിക് മസാല അല്ലെങ്കിൽ പൊടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ റൈസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യണത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വലിയ പാൻ തന്നെ വെക്കുക.
എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലിട്ട, അത് റൈസിനും ചിക്കനും എല്ലാത്തിനും കൂടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം ഒരു 5-6 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് ഓപ്പൺ ആക്കണ്ട. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും, എരിവൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പച്ചമുളക് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ തക്കാളി, സവാളയും ഒക്കെ കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിക്ക് കുറച്ച് കളറ് കുറവാണ് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിസ്സ ഇവിടെ തികഞ്ഞിട്ടില്ല. ഇവിടെ ആർക്കും വിശപ്പ് മാറിയിട്ടില്ല കേട്ടോ, എനിക്കും പുറത്തു പോയി വന്നിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പുട്ടിൻ്റെ പൊടി ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് വൻപയറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചുട്ടിട്ട് കഴിച്ചതാണ്. അപ്പോൾ ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ 2 ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കേണ്ട കാര്യവും ഇതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും തികയില്ല. പിന്നെ രണ്ടാമത് ഉണ്ടാക്കേണ്ടതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാനിൽ ഇപ്പോൾ പാസ്ത ആണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ കാര്യം അതാണ് കേട്ടോ. ഇവിടെ അതങ്ങനെ അങ്ങോട്ട് തീർന്ന് പൊക്കോളും, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഉണ്ടാക്കേണ്ട ഒരു ഇത് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ്റെ മാഗി ക്യൂബാണ് കേട്ടോ. അതൊരു 2 എടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ആക്ച്വലി 1 മതിയായിരുന്നു, പക്ഷെ ഞാൻ വലിയ സവാളയായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു ഹാഫ് സവാള ഓൾറെഡി നന്നാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത്. ശരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മസാല കുറച്ച് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ടിപ്പ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി റൈസ് ഇടാറാവുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് കേട്ടോ നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ സ്കിന്നോടുകൂടി തന്നെയാണ് പറഞ്ഞത്, പക്ഷെ അവർ സ്കിന്നില്ലാതെ കൊടുത്തയച്ച്. ഇതാണ് ഗ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചാലുള്ള പ്രശ്നങ്ങൾ. ചില സമയത്ത് അവർക്ക് തോന്നണ പോലെ കൊടുത്തയക്കും. പിന്നെ വലിയ പീസായിട്ട് തന്നെ മന്തി കട്ടായിട്ട് തന്നെയാണ് കേട്ടോ തന്നു വിട്ടേക്കണേ. പിന്നെ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ 2 ടേബിൾ സ്പൂണോളം അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമണും നമ്മൾ ഇടയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ ഇതിൽ തന്നെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. ഒരു 90% ചിക്കൻ കുക്കായി വന്ന് കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിന് അതിലേക്ക് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ വെന്ത് വന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആയി പോയിട്ടാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് അളവിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അഥവാ നല്ലപോലെ വെള്ളം ഉണ്ടെന്ന് തോന്നി അതനുസരിച്ച് അരിയിലേക്ക് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ അളന്ന് കെറ്റിൽ തിളപ്പിച്ച് വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ സമയത്ത് പാകത്തിന് ഉപ്പ് നോക്കണം കേട്ടോ. എന്നിട്ട് കൊന്ന് തിളച്ച് കുറച്ച് വെള്ളം വറ്റിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റോളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ സംഭവമൊക്കെ സെറ്റായി വന്നെങ്കിലും കുറച്ചൊന്ന് അടി പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി പാത്രം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരുപാടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു രീതിയിലുള്ളൊരു അടി പിടിക്കൽ, അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഞാൻ തുറന്ന സമയത്ത് ശരിക്കും എല്ലാം കൂടി ഒരു അപ്പം പോലെ ഇരിക്കണ പോലെ എനിക്ക് തോന്നിയിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു പടച്ചോനെ പണി പാളി, എല്ലാം കൊളായി എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയപ്പോൾ സംഭവം സെറ്റായിട്ടാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ചോറ് വിളമ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു എരിവ് കൂടിപ്പോയി, പക്ഷേ നമ്മൾക്കത് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മന്തിയുടെയോ ബിരിയാണിയുടെയോ മക്ലൂബയുടെയോ ഒന്നും ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മളുടെ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. മന്തിയുടെ കൂടെ കഴിക്കുന്ന ആ ഒരു ചട്നി തന്നെയാണ്. ഹംദാൻ ഇതും പിന്നെ തൈരും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിള്ളേർക്ക് ഇതൊന്നും വേണ്ട, ചിക്കൻ മാത്രം മതി.
അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പേജ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.